അതുവരെ ടെറസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ നമ്മള് ഫുള്ള് ക്രിസ്മസ് ഡെക്കറേഷൻ ആണല്ലേ. ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും അതേപോലെ സ്റ്റാർ കാണിച്ചു തന്നില്ലെന്ന് തോന്നുന്നു. അതും കൂടെ കാണിച്ചു ലൈറ്റ് ഇട്ട് ക്രിസ്മസ് ട്രീയും ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഏവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോ നമ്മളെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ലൈക്കും കൂടെ ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ വീഡിയോയുടെ. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റാർ. കണ്ടോ ഫ്രണ്ട്സ്, ഇത് ലൈറ്റ് ഇടുമ്പോൾ പൊളിയാണ്. നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കട്ടെ. കണ്ടോ, ഇതിന് രാത്രി ആകുമ്പോൾ സെറ്റ് നല്ല വെട്ടമായിരിക്കും ഫ്രണ്ട്സ്. ഈ സെറ്റോട്ട് ഫുള്ള് നല്ല വെട്ടമായിരിക്കും. കണ്ടോ, നമുക്കിനി ഇത് കെട്ടണം അല്ലേ അമ്മേ? മുകളിൽ നിന്ന് താഴോട്ട് ഓരോന്നിട്ട് എല്ലാ സൈഡിലോട്ട് അടുത്തത് ഡ്രം ഇത് കെട്ടാം. ക്രിസ്മസ് ട്രീ ഇനി ഇത്രയായിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. കണ്ടോ, അവിടെ അത്രയും കൂടെ ഉണ്ട്. പിന്നെ ആ സ്റ്റാർ അത് അത്രയും കൂടെ ഉണ്ട്. പിന്നെ അത് ബാക്കിയെല്ലാം കെട്ടി തീർന്ന് ഇനി ലൈറ്റ് കൊടുക്കാം. നമുക്കിനി സ്റ്റാർ ഇടാം. സ്റ്റാർ ഇട്ട് റെഡി സ്റ്റഡി. ഓ പൊളിച്ച്. അപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അവിടെ പർച്ചേസ് ചെയ്ത് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഹസ്ബൻഡ് വിളിച്ച് പറയുന്നത് രണ്ടുപേർക്കും കാർഗോ പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ സിറ്റിയിൽ മാളിലൊക്കെ എടുക്കാൻ നോക്കിയിട്ട് ഇവരുടെ അളവിലുള്ള കാർഗോ പെയിൻറ്റ് കിട്ടിയില്ല. അപ്പോൾ അവർക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തിൽ അടുത്ത ദിവസം സ്കൂളിൽ ക്രിസ്മസ് ഫംഗ്ഷനാണ്. രണ്ടുപേർക്കും കാർഗോ പെയിൻറ്റ് വേണമെന്ന് കുറേ നാളുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുമായിരുന്നു. അങ്ങനെയാണ് ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഇല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും നിരാശയായി. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ അടുത്തുള്ള കട, ഞങ്ങളുടെ വീടിന് കുറച്ച് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ജെൻസ് വെയർ ഷോപ്പുകളൊക്കെ ഉണ്ട്, അവിടെ പോയി ഡ്രസ്സ് വാങ്ങിക്കോളാൻ പറഞ്ഞു, കൊണ്ടുവന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ സന്ധ്യയായി. ഞങ്ങൾ 3 പേരും കൂടെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടി. അവിടെ നിന്ന് ജെൻസ് വെയർ ഷോപ്പിൽ നിന്ന് 2 പേർക്കുള്ള കാർഗോ പാൻറ്റ് കിട്ടിയായിരുന്നു. പിന്നെ 1-2 അല്ലാതെ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ. അടുത്തവർക്ക് ക്രോക്സ് വേണമെന്ന് കുറേ നാൾ കൊണ്ട് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേരും ക്രോക്സൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്.
അപ്പോൾ ഒത്തിരി നോക്കിയായിരുന്നു. അപ്പോൾ വലിയ കൂടിയ ക്രോക്സ് ഒന്നും അല്ല, ഞങ്ങൾ സാധാരണ സിമ്പിളായിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേർക്കും ക്രോക്സ് രണ്ടുപേരുടെ ഇഷ്ടത്തിനുള്ളത് കിട്ടി. അങ്ങനെ കാർഗോ പെയിൻറ്റും ക്രോക്സും ഒക്കെ എടുത്ത് അടുത്ത് മോതിരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറി അവിടുന്ന് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ചെറിയൊരു മോതിരം എടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മഴയുടെ ചെറിയ ലക്ഷണങ്ങളുണ്ട്. പെരുമഴയിൽ നമുക്ക് കോട്ടില്ല, മമ്മിക്ക് നമ്മൾ നനഞ്ഞ പോകുന്ന വീട്ടിൽ പോകും. ഞാൻ നനഞ്ഞ കുളിച്ചിട്ടുണ്ട്. ഞാൻ നനഞ്ഞു. എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, അത് ബാക്കി ദേഹം ഫുള്ള് നനങ്ങി. ഭയങ്കര മഴയായിരുന്നു. നമ്മള് ക്രോക്സ് ചെരുപ്പ് മാറ്റിട്ടുണ്ട്. ഇതാദ്യമില്ല, ക്രോക്സ് വരെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത്രയും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഇന്നലെ ഇടാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നമുക്കിത് സെറ്റ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ക്രിസ്മസ് ട്രീ എല്ലാം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ഇന്ന് ക്രിസ്മസ് ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി കേക്ക് ഇനി റെഡിയാക്കണമല്ലോ, അതിൻ്റെ പണിപ്പുരയിലാണ്. കേക്ക് വലുതായിട്ട് ഡെക്കറേഷനൊന്നും എനിക്കറിയില്ല, ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനറിയാം. പക്ഷേ ഡെക്കറേഷൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കൊറോണ സമയമൊക്കെ ആയപ്പോൾ അങ്ങനെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട്. കേക്കൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു, അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ രണ്ടുപേരുടെയും പിള്ളേരുടെ ബർത്ത്ഡേ എല്ലാം വരുമ്പോൾ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇന്ന് വലിയ പ്രത്യേക ഇനം കേക്ക്, ഞാൻ വാനില കേക്കാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനാകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ എൻ്റെ കയ്യിൽ എല്ലാ ഫ്ലേവറും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് വാനില കേക്ക് മതിയെന്ന് കരുതി ഞാനിപ്പോൾ വാനില കേക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ പുറത്ത് ഡെക്കറേഷൻസൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു വിധമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ കഴിക്കാൻ നമ്മൾ കടയിൽ വാങ്ങുന്നതിനേക്കാളും ഫ്രണ്ട്സ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതെന്താ കാര്യമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാവരും കൂടെ കടയിൽ നിന്നൊന്ന് വാങ്ങിയായിരുന്നു. ഭയങ്കര മധുരവും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇന്നത്തെ കേക്ക് അപ്പോൾ നമുക്കാകുമ്പോൾ മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹാപ്പി ക്രിസ്മസ്.